ഹലോ അസ്സാമു അലൈക്കും, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ക്യാരറ്റ് വെച്ചിട്ട് നല്ല സിമ്പിളായിട്ടുള്ള 2 ഡ്രിങ്ക്സിൻ്റെ റെസിപ്പിയാണ്. ആദ്യം ഒരു തണുത്ത ഡ്രിങ്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 1 ഗ്ലാസ് വെള്ളം, നോർമൽ വെള്ളം കേട്ടോ, അതൊരു പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിന്. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂണ് കസ്റ്റാർഡ് പൗഡർ ഇട്ടിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് നമുക്ക് ഒന്ന് കുറുക്കിയിട്ട് എടുക്കാം. ഗ്യാസിൽ വെച്ചിട്ടൊന്ന് കുറുക്കിയിട്ട് തിക്കാക്കിയിട്ട് എടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് തിക്കാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു തിക്നെസ് ആയിട്ട് വരുമ്പോൾ നമുക്കിതൊന്ന് ചൂട് മാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഇനി 1/4 കിലോ ക്യാരറ്റ് ഞാൻ തൊലി കളഞ്ഞ് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഒന്ന് വേവിച്ചിട്ട് എടുത്തതാണ്. ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ലിറ്റർ 500 ml പാല് ഞാനൊന്ന് ഫ്രീസറിൽ വെച്ചിട്ട് കട്ടിയാക്കിയിട്ട് എടുത്തതാണ്. ഇതും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ കസ്റ്റേർഡ് മാറ്റി വെച്ചിട്ടില്ലേ തണിയാൻ വേണ്ടിയിട്ട്, അത് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1/4 ഗ്ലാസ് നോർമൽ പാല് ഒഴിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ തണുത്ത വെള്ളം ഒഴിച്ചാലും മതി കേട്ടോ. ഇനി മധുരത്തിന് ആവശ്യമായിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അത് നിങ്ങൾ ഓരോരാളെ മധുരത്തിനനുസരിച്ചിട്ട് പഞ്ചസാര ചേർത്തിട്ട് ഇതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഇനി ഗ്ലാസ്സിലേക്ക് ഒന്ന് ഒഴിച്ചെടുക്കാം. ഇത് നല്ല കസ്റ്റാർഡിൻ്റെയും ആ ഒരു ക്യാരറ്റും രണ്ടും കൂടിയിട്ട് ജോയിൻ ആയിട്ട് വരുമ്പോൾ നല്ലൊരു ഫ്ലേവർ, നല്ലൊരു ടേസ്റ്റുള്ളൊരു ഡ്രിങ്കാണ് കേട്ടോ. ഈ നോമ്പ് കാലങ്ങളിലെല്ലാം നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റും ഒരു ബെസ്റ്റ് ഡ്രിങ്കാണ്. ഇനി ഒരു അലങ്കാരത്തിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നട്ട്സ് ഒന്ന് കട്ട് ചെയ്തിട്ട് മേലേക്ക് ഇട്ടുകൊടുത്തണം. ഇനി അടുത്തതായിട്ട് ഒരു ചൂടുള്ള ഡ്രിങ്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു 1/4 കിലോ ക്യാരറ്റ് തൊലി കളഞ്ഞ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഒന്ന് കുറച്ച് വെള്ളത്തിലൊന്ന് വേവിച്ചിട്ട് എടുത്താൽ മതി കേട്ടോ. ഒരുപാട് വെള്ളം ഇട്ടിട്ട് വേവിക്കരുത്. എന്നിട്ട് ഇത് തണിഞ്ഞ് കഴിഞ്ഞാൽ ആ വെള്ളത്തോട് കൂടിയിട്ട് തന്നെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ട് വരാം. ഇനി 1/2 ലിറ്റർ പാലെടുത്തിട്ട് ഞാൻ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിനി. ഇതൊന്ന് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ച ശേഷം ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഞാൻ ഇപ്പോൾ 4 ടേബിൾ സ്പൂൺ പഞ്ചസാര മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അത് മധുരം കുറവായിരിക്കും, അതായത് നിങ്ങളെ മധുരത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് വെക്കുക. എന്നിട്ട് ഇതൊരു അത്യാവശ്യം ചൂടായി വന്നു കഴിഞ്ഞാൽ നമ്മൾ ക്യാരറ്റ് അരച്ച് വെച്ചിട്ടില്ലേ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് തിളപ്പിച്ചിട്ട് എടുക്കുക. മധുരത്തിന് പഞ്ചസാരൻ്റെ പകരം മിൽക്ക് മെയ്ഡ് വേണമെങ്കിൽ ഇതിലേക്ക് ചേർക്കുക. അപ്പോൾ ഒരു നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഇത് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഒന്ന് ചൂടായിട്ട് തിളവരാൻ തുടങ്ങുന്ന ആ ടൈം നമുക്കിതിലേക്ക് കുറച്ച് നട്ട്സ്, ഞാൻ ഇപ്പോൾ കുറച്ച് ബദാം കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിന്. നിങ്ങളെ കയ്യിലുള്ള ഏത് നട്ട്സ് വേണമെങ്കിലും ചേർക്കാട്ടെ ഇതിന്. എന്നിട്ട് ഇതൊന്ന് തിളപ്പിച്ചിട്ട് എടുക്കുക, നന്നായിട്ട് തിളപ്പിച്ചിട്ട് എടുക്കുക. തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു ടേസ്റ്റിന് ഒരു ചെറിയൊരു നല്ലൊരു ടേസ്റ്റ് കിട്ടും. അതിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂണ് ഗീ ഇല്ലേ, നമ്മളെ പശു നെയ്യ്, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് മിക്സ് ആക്കുക. ഈ ഗീ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് എന്നിട്ട് കിട്ടുക. ഇത് ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം വേണം ചേർത്ത് കൊടുക്കാൻ. ഇനി ഇത് നമുക്ക് സെർവ് ചെയ്തിട്ട് കുടിക്കാം. ഈ നോമ്പ് കാലങ്ങളിലെല്ലാം തണുത്ത ജ്യൂസ് ഇഷ്ടമില്ലാത്തവരും ഉണ്ടാവുമല്ലോ, അവർക്ക് ഇത് ബെസ്റ്റ് ഡ്രിങ്കാണ് കേട്ടോ. നിങ്ങൾ ഇതുപോലത്തെ റെസിപ്പി ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ നോമ്പ് കാലത്തെല്ലാം ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു ബെസ്റ്റ് ഡ്രിങ്ക്സാണ് കേട്ടോ ഇത് രണ്ടും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനിയും പുതിയ റെസിപ്പി ആയിട്ട് വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.